മരുത്തടി എന്ന സുന്ദരമായ കടലോര ഗ്രാമത്തിൻ്റെ കഥ പറയാൻ ഞാൻ പീറ്ററിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. കേൾക്കാം ആ സുന്ദര കഥകൾ. ഞങ്ങളുടെ തന്തയുടെ തന്തമാരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ 150 വർഷത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ പണി ചെയ്തെന്ന ഈ വിളക്കുമരം. അത് അന്ന് വിളക്കുമരം പണി ചെയ്തെന്ന് പറഞ്ഞാൽ ഈ അങ്ങ് കട്ടയും ചുണ്ണാമ്പും അങ്ങ് കുമ്മായവും പിന്നെ ഈ മുള്ള് ഇതുണ്ടല്ലോ, ആ മുള്ളിൻ്റെ ചാറും കൂടെ എടുത്ത് പിഴിഞ്ഞ് ഇവർ പശ ഉണ്ടാക്കിയാണ് ഈ കട്ട കെട്ടിയത്. അത് ഇന്ന് വരെയും അങ്ങ് അഴിയാതെ ഒരുപാട് കടലുകൾ അടിച്ചെങ്കിലും അത് ഒരു ശകലം ഒന്ന് ചാഞ്ഞ് നിൽക്കുന്നതേ ഉള്ളൂ. ഇന്ന് വരെ അതിനൊരു ഹാനികേടും സംഭവിച്ചിട്ടില്ല. ഈ അങ്ങ് വളവിൽ തോപ്പ് മരുത്തടി കല്ലുണ്ടെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക്, ഞങ്ങൾക്ക് കടലിൽ പോകുന്നവർക്ക് ഞങ്ങൾക്ക് ഇത്ര മാറ് വരെ, ഒരു മാറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നീളമാണ്. അപ്പോൾ ഇത്ര മാറ് വരെ കല്ലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അത് ഞങ്ങൾ അറിഞ്ഞ് ചിലപ്പോൾ ഞങ്ങൾ കല്ലിൻ്റെ പുറത്ത് വല വെക്കും, കല്ലിൻ്റെ പടിഞ്ഞാറ് പോയി വല വെക്കും. അത് ഞങ്ങൾക്കറിയാം എങ്ങനെയാണെന്ന്. ഈ വിളക്ക് പള്ളി വേണമെന്ന് വെച്ചപ്പം വളയത്തോപ്പ് ഒരു പള്ളി ഞങ്ങൾ കെട്ടി. ഈ കാണുന്ന വളയത്തോപ്പ് പള്ളി അത് മരുത്തടി പള്ളി എന്നും അറിയപ്പെടും. മരുത്തടി പള്ളി, മരുത്തടി വളയത്തോപ്പ് പള്ളി. പൊതുവെ മരുത്തടി എന്ന് പറയുന്ന ഒരു വലിയ ഫേമസ് ഒരു ഫേമസ് എന്തുകൊണ്ടായിരിക്കും അതെന്ന് പറഞ്ഞാൽ ഈ പണ്ട് പുരാതന ഉള്ള ഒരു സ്ഥലമാണ് മരുത്തടി എന്ന് പറഞ്ഞാൽ. മരു എന്ന് പറഞ്ഞാൽ കാറ്റ്, മരു എന്ന് പറഞ്ഞാൽ കാറ്റ്. ഈ കാറ്റിൻ്റെ അടി ഉള്ള സ്ഥലമായതുകൊണ്ട് മരുത്തടി എന്ന് പേര് വീണ്. വലിയ തിരമാലകളാണ്. റഫിന് കടലിൽ പോകുമ്പോഴത്തേക്ക് വലിയ തിരമാലകളാണ്. അപ്പോൾ അത് ഈ തിരമാലകൾ തെക്കശവും വടക്കശവും വീഴും. ഞങ്ങൾ ഈ അങ്ങ് അങ്ങ് വിളക്കുമരത്തിൻ്റെ ലക്ഷ്യം കണ്ടാണ് ഞങ്ങൾ ആ അപ്പുറവും ഇപ്പുറവും കടൽ വീഴും. നടുക്കൊരു ചാനൽ പോലെ ഒരു വഴിയാണ്. അത് ഞങ്ങൾ ആ വിളക്കുമരത്തിൻ്റെ ലക്ഷ്യം പിടിച്ചാണ് ഞങ്ങൾ കര വന്നെടുക്കുന്നത്. അത് ഒരു യാഥാർത്ഥ്യമാണ് അത്.